1996 മുതൽ 22 വർഷം നിയമസഭയിൽ അടൂർ പ്രകാശ് പ്രതിനിധീകരിച്ച മണ്ഡലം. നിയമസഭാംഗത്വം രാജിവെച്ചതിന് പിന്നാലെ വന്ന ഉപതെരഞ്ഞെടുപ്പോടെ കോന്നിയുടെ രാഷ്ട്രീയ നിറം മാറി. KU ജനീഷ് കുമാർ പേരെടുത്ത് നിൽക്കുന്ന മണ്ണിലേക്ക് അടൂർ പ്രകാശ് UDF സ്ഥാനാർത്ഥിയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസുകാരുണ്ടേറെ. കോന്നിയിൽ ഒരു ബലപരീക്ഷണത്തിന് അദ്ദേഹത്തിനും താൽപ്പര്യമുണ്ട്. മെറിറ്റ് ഫെസ്റ്റും കോന്നി ഫെസ്റ്റുമൊക്കെയായി ആറ്റിങ്ങലിൽ നിന്നും കോന്നിയിലേക്ക് അദ്ദേഹം ഒരു പാലമിട്ട് പരിപാലിച്ചു വരുന്നുമുണ്ട്. ഞാൻ അല്ല തീരുമാനം എടുക്കേണ്ടത്, ആ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥികളുടെ തീരുമാനവും പറ്റും. കോൺഗ്രസ് MPമാരെല്ലാവരും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുള്ളവരാണ്. ഈ ഘട്ടത്തിൽ അടൂർ പ്രകാശിന് മാത്രമായി ഇളവ് അനുവദിക്കാനാകുമോ? 2019 ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന് കിട്ടിയ ഭൂരിപക്ഷം 38,247 പോയ തവണ അത് 684 കൂപ്പുകുത്തി. കോന്നിയിൽ അടൂർ പ്രകാശിന്റെ വിജയസാധ്യത പരിഗണിക്കുന്ന നേതൃത്വം ആറ്റിങ്ങലെ വോട്ടിന് നില കൂടി പരിശോധിക്കും. അടൂർ പ്രകാശ് പരിഗണിക്കപ്പെടുന്നില്ല എങ്കിൽ DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, KPCC ജനറൽ സെക്രട്ടറിമാർ അഡ്വക്കേറ്റ് P. മോഹൻരാജ്, അഡ്വക്കേറ്റ് ഷൈലാജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബിൻ പീറ്റർ എന്നിവരിലൊരാൾ സ്ഥാനാർത്ഥിയായേക്കും. UDFൽ പല പേരുകളുണ്ടെങ്കിൽ ഇടതുമുന്നണി ഒരു പേര് ഉറപ്പിച്ചു കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിലൂടെ കോന്നി തിരികെ പിടിച്ച അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ. നിലവിൽ നമ്മുടെ മുമ്പിൽ അവർ മത്സരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും മാറ്റമുണ്ടെങ്കിൽ അത് LDF പാർട്ടി അറിയിക്കും. അറിയിക്കുന്ന അനുസരിച്ച് അപ്പോൾ ഇവരാണെങ്കിലും ഇനി പുതുതായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ 2 കൈയും നീട്ടി നമ്മളവരെ സ്വാഗതം ചെയ്യും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന K. സുരേന്ദ്രൻ ഇക്കുറി കോന്നിയിലേക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.